സൂര്യ ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സെല്ലോയിഡിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ജമീലാന്റെ പൂവൻ കോഴി എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് മിഥുൻ നല്ലി ആൻഡ് അലീഷയാണ്. രണ്ടുപേർക്കും വെൽക്കം ടു സെല്ലോയിഡ്. വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ഫിലിമാണെന്ന് ഇതിന്റെ ടീസർ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ ലെറ്റ് മീ ബിഗിൻ വിത്ത് ദ ഹീറോ. എന്താണ് ഇതിന്റെ ഒരു ജോണർ? ഇത് കോമഡിയാണ്, കോമഡി ഡ്രാമ, അങ്ങനെയാണ് ഇതിന്റെ ജോണർ. പിന്നെ എന്താ പറയാ, പിന്നെ ആക്ഷൻ ഉണ്ട്, അത്യാവശ്യം നല്ല ആക്ഷൻ ഉണ്ട്. പിന്നെ മ്യൂസിക്കലാണ്, ഇറ്റ്സ് എ മ്യൂസിക്കൽ ഫിലിം. ലവ് ആണല്ലോ ഫുൾ. അപ്പോൾ മ്യൂസിക്കൽ ലവ് സ്റ്റോറി കം ആക്ഷൻ കമേഴ്ഷ്യൽ ഫുൾ അങ്ങനത്തെ ഒരു ഫിലിം. ഓൾറൈറ്റ്. അപ്പം മൊത്തത്തിൽ എല്ലാ എന്റർടൈൻമെന്റ് എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു പക്ക കമേഴ്ഷ്യൽ ഫിലിം ആയിട്ട് നമുക്ക് ഇതിനെ പറയാല്ലേ? അങ്ങനെ പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രേക്ഷകർ കണ്ടിട്ട് പറയണം. നമ്മള് വളരെ സദുദ്ദേശത്തോടെയാണ് അതൊക്കെ ചെയ്തത്. അപ്പൊ അത് പ്രേക്ഷകരിലേക്ക് അങ്ങനെ തന്നെ എത്തും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഈ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ ഒരു ടീസർ കണ്ടു, 2 സോങ്സ് ഇറക്കിയിട്ടുണ്ട്, അത് കണ്ടു. അപ്പൊ ആൾക്കാർ പറയുന്നത് ഈ മലബാറി ടച്ച് ഉള്ള ഒരു ഫിലിമാണ്, അത് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു സിനിമ നമുക്ക് വരുന്നത്. അപ്പം അതിനോടൊരു പ്രത്യേക ഇഷ്ടം ആൾക്കാർ ഈവൻ എനിക്ക് ഫിലിം കോൾ വന്ന സമയത്ത് ജമീലാന്റെ പൂവൻകോഴി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് മലബാർ അങ്ങനത്തെ ഒരു ഫിലിം ആയിരിക്കും ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ സ്ക്രിപ്റ്റ് കേട്ടപ്പോഴാണ് ഇത് കൊച്ചിയിലെ ഫിലിം, കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള ഫിലിമാണ്. കൊച്ചി ബേസ് ചെയ്തും മട്ടാഞ്ചേരി, പള്ളുരുത്തി, ഫോർട്ട് കൊച്ചി അവിടെയൊക്കെ നടക്കുന്ന സ്റ്റോറിയാണ്. പിന്നെ നമ്മള് സ്ലാങ് എന്താണ്ടാ നീ പോണേണാ, എന്താ നിന്റെ പ്രശ്നം, ഐ മീൻ ഇത് ഇപ്പം എനിക്ക് ഞാൻ അതിന് വേണ്ടിയിട്ട് തന്നെ അവിടെ ഒരു 2 മാസം പോയി നിന്ന് സ്ലാങ്, ഞാൻ കോഴിക്കോട്ടുകാരനാണ്, ആ സ്ലാങ് ഒക്കെ പോയി സെറ്റാക്കി അങ്ങനെയാണ് ഇതിന്റെ ഷൂട്ടിംഗ് പ്രോസസ്സിലേക്ക് തന്നെ കടന്നത്. ഇങ്ങനെ ഈ ക്യാരക്ടർ ആക്ച്വലി എല്ലായിടത്തും നിങ്ങൾക്ക് കാണാം. ഈ ഷാനവാസ്, അത് ഷാനു എന്ന് പറയുന്ന പൂവൻകോഴിനെ you can see എന്തായാലും you will be having a friend like him. അപ്പം ഷാനവാസ് എന്നാണ് ക്യാരക്ടർ നെയിം പറഞ്ഞു. ഷാനവാസും മിഥുനും തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ? ഒരു സിമിലാരിറ്റി ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നില്ല, സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും. അതെന്താ അലീഷ അങ്ങനെ പറയാൻ കാര്യം സിമിലാരിറ്റി ഉണ്ട് എന്നുള്ളത്? ഞാൻ ക്യാരക്ടറായിട്ടാണ് സെറ്റിൽ ഉണ്ടായിരുന്നത്. ഞാൻ കേട്ടില്ല. അല്ല ഞാൻ പറയും ഇല്ല ഞാനേ പറയുന്നു. അതെന്താന്ന് വെച്ചാ ഈ സിനിമ കാണുമ്പോ അത് മനസ്സിലാവും ചേട്ടന്റെ ക്യാരക്ടറായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടോന്ന് എന്നുള്ളത്. ഞാൻ എന്താ ജീവിക്കായിരുന്നു ക്യാരക്ടറായിട്ട്. അപ്പോൾ ചിലപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഞാൻ അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ആക്ച്വലി ഞാൻ എൻറ്റയർലി ഞാൻ അങ്ങനെ ഐ ബിലീവ് ഇൻ ലൈക്ക് വൺ റിലേഷൻ അറ്റ് എ ടൈം. ഐ ഡോണ്ട് ബിലീവ് ഇൻ ഫ്ലോട്ടിങ്, ഐ മീൻ ഐ ഡോണ്ട് ബിലീവ് ഇൻ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ്. ആൻഡ് അങ്ങനെ ലൈക്ക് വളരെ ഒരു റിലേഷൻഷിപ്പിൽ ഭയങ്കര ജെന്യുവൻ ആയിട്ട് നിൽക്കണം എന്നൊക്കെ അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ് ഞാൻ. മോണോഗാമിയിൽ വിശ്വസിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും അതാണ്, അങ്ങനെയാണ് പറയാൻ. ലൈക്ക് യു ആർ റൈറ്റ്, ദാറ്റ് ഈസ് ദ റൈറ്റ് വേർഡ്. അപ്പം പക്ഷെ ഇത് ആക്ച്വലി ഈവൻ ഈ ക്യാരക്ടർ അങ്ങനെ ഒരു സെക്ഷുവലി അട്രാക്റ്റഡ് ആവുന്ന ആളുടെ ഹോബിയാണ് ഈ പരിപാടി. ഒരു ഹോബി പരിപാടിയാണ് ഇത്. അല്ലാണ്ട് ഒരാളെ ഇങ്ങനെ സെക്ഷുവൽ എക്സ്പ്ലോയിറ്റ് ചെയ്യണമെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിയല്ല ഷാനവാസ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് ഈ മുഖം കണ്ടപ്പോ തന്നെ എന്റെ മനസ്സിലേക്ക് വന്നത് കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമയായിരുന്നു. അതിനകത്ത് പിള്ളേരുടെ കയ്യിൽ നിന്ന് ഫീസ് അങ്ങനെയായിട്ട് വേറെ നമ്പർ നോക്ക് സാറേ എന്ന് പറഞ്ഞിട്ട് മുകേഷ് ചേട്ടനോട് പറയുന്ന ഒരു റോള് അല്ലെ. അപ്പം അത്യാവശ്യം നോട്ടബിൾ ആയിട്ടുള്ള വർക്ക്സ് ചെയ്തിട്ടുണ്ട് ചെറുതില്. ദൈവം സഹായിച്ച് എനിക്ക് ചെയ്തത് മിക്കതും ശ്രദ്ധിക്കപ്പെട്ട ക്യാരക്ടേഴ്സ് തന്നെയാണ് കൂടുതലും ചെയ്യാൻ ഭാഗ്യം കിട്ടിയത്. Which one is your favorite? എനിക്ക് ഞാൻ സെക്കൻഡ് ഷോയില് സിദ്ധാർത്ഥ് ബുദ്ധ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. സെക്കൻഡ് ഷോയിൽ അത് ലൈക്ക് ക്ലൈമാക്സിൽ അറിയാലോ, ആ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു ആന്റാഗണിസ്റ്റ് ആണ്. അപ്പൊ എനിക്ക് അതിനൊരു തുടർച്ച ഉണ്ടാവണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. കാരണം അതൊരു ആള് ഒന്ന് ഒരു അടുത്ത ലെവലിലേക്ക് എത്തി എന്നുള്ളൊരു രീതിയിലാണ് പടം സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പൊ അത് എനിക്ക് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. അതിന്റെ നെഗറ്റീവ് ഷെയ്ഡ്സ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ആ ഫിലിം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ പെർഫോമൻസ് ഭയങ്കര മോശമാണ്. അതായത് എൻ്റെ പെർഫോമൻസ് ലെവൽ ഭയങ്കര താഴ്ന്നു നിൽക്കുകയാണ്. പിന്നെ എനിക്ക് കാരണം എനിക്ക് അത് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്കറിയാം. അപ്പം ഞാൻ അതുകൊണ്ട് ബ്രേക്ക് എടുത്ത് ഞാൻ ഒരു 2 വർഷം ഡ്രാമ സ്കൂളിൽ പോയി 2 വർഷം ഒരു തിയേറ്റർ മാത്രം ചെയ്തിട്ടാണ് ഞാൻ പിന്നെ തീവണ്ടി എന്ന് പറയുന്ന ഫിലിമിലേക്ക് എനിക്ക് ചാൻസ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ക്യാരക്ടറും ഭയങ്കര സ്പെഷ്യലാണ്. കാരണം എന്താ പറയുക, ഈ ഡ്രാമ സ്കൂൾ കഴിഞ്ഞിട്ട് ഞാനൊരു ഫിലിമിൽ അഭിനയിക്കുമ്പം എനിക്കൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടറിന്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ബിറ്റ്വീൻ സെക്കൻഡ് ഷോ ആൻഡ് തീവണ്ടി ക്വൈറ്റ് എ ലോങ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ ഗ്യാപ്പിൽ ഫിലിം വന്നിട്ടുണ്ട്. പക്ഷെ എന്താ പറയാ, എനിക്ക്
ലൈക്ക് ഒരു കറക്റ്റ് ഒരു എക്സ്പ്ലോർ ചെയ്യാനോ അല്ലെങ്കിൽ എനിക്ക് അതിന് ഒരു 100% എത്തിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് സി അത് എൻ്റെ പേഴ്സണൽ സംഭവമാണ്. പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ദേ സീ ഇറ്റ് ആൻഡ് അവർ ആക്ച്വലി മനസ്സിലാവും, അവർക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവർക്ക് മനസ്സിലാവും. പിന്നെ ആക്ച്വലി ചെറിയ സീനൊക്കെ ഉണ്ട്. കലി എന്ന് പറയുന്ന ഫിലിമിൽ ജസ്റ്റ് ഒരു ഷോട്ടൊക്കെ ഉണ്ട്, ഒരു സീൻ. അതൊക്കെ ആക്ച്വലി എന്നെ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ആ ഫിലിമിൽ എന്നെ നോട്ടീസ് ഒരു ജസ്റ്റ് ഒരു 30 seconds, അതായത് ഇത്രയുണ്ട് സ്ക്രിപ്റ്റ്, അതിൽ ഇത്രയുള്ള എൻ്റെ സീൻ. പക്ഷെ ആ ഒരു സീനിൽ എന്നെ നോട്ടീസ് ചെയ്ത് എനിക്ക് ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോൾ ആ സീൻ എനിക്ക് ക്ലാപ്സ് ഒക്കെ, അപ്പം അതൊക്കെ ഭയങ്കര എൻകറേജ്മെന്റ് ആണ്. ആ രീതിയിൽ അതൊക്കെയാണ് എൻ്റെ മോട്ടിവേഷൻ. ആൻഡ് ദെൻ പിന്നെ ഞാൻ ഡ്രാമ സ്കൂളിൽ പോയിട്ടാണ് തീവണ്ടി ചെയ്യുന്നത്. തീവണ്ടി കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ ഫിലിം വരുന്നത്. എനിക്കപ്പോ എല്ലാ വർക്ക്സും തമ്മിൽ അത്യാവശ്യം ഗ്യാപ്പ് എടുത്തിട്ട് അതിന്റെ കൂട്ടത്തിൽ എന്റെ സ്റ്റഡീസും ഞാൻ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ലൈക്ക് ടോട്ടലി ലൈക്ക് 100% ഇൻടു ആക്ടിങ്. ഇപ്പൊ ഞാൻ എന്റെ MA കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഇനി സ്റ്റഡീസ് ഇല്ല, ഇനി ടോട്ടലി കരിയർ എന്നുള്ള രീതിയിൽ ഫോക്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അലീഷ പറയൂ, എന്താണ് ചേട്ടാ ഒരു പുതുമുഖ നായികയാണെന്ന് തോന്നുന്നു അല്ലേ ഈ സിനിമയിലൂടെ നമുക്ക് കിട്ടുന്നത്? പറയൂ, വാട്ട് ആർ യു ഡൂയിങ്? ഇപ്പൊ ഞാൻ ചെയ്യുന്നത് BCom LLB ആണ്. ഇപ്പൊ 3rd year പഠിക്കുന്നു. പിന്നെ സിനിമയാണ് ഇഷ്ടമാണ്, പക്ഷെ പഠിത്തത്തിന് ശേഷമായിരിക്കും ഫിലിംസിലേക്ക് ട്രൈ ചെയ്യുന്നത്, എൻട്രി ചെയ്തത്. ഓക്കെ, എങ്ങനെയാണ് അപ്പം ജമീലാന്റെ പൂവൻകോഴിയില് അലിഷ വന്നെത്തിയത്? ഞാൻ ഇങ്ങനെ കാസ്റ്റിംഗ് കോളിനൊക്കെ അയക്കുമായിരുന്നു. അപ്പൊ ഒരു ദിവസം ജസ്റ്റ് ഒന്ന് അയച്ചു നോക്കിയതാണ്, അങ്ങനെ കിട്ടി. ഞങ്ങള് ആക്ച്വലി ഒരു ഫൺ സ്റ്റോറി ഉണ്ട്. അപ്പൊ ഡയറക്ടറും ഞാനും ഇങ്ങനെ നായിക ഷൂട്ട് തുടങ്ങാൻ പോകും. അതായത് ഒരു 2 ദിവസത്തിൽ ഷൂട്ട് തുടങ്ങും, പക്ഷെ നായിക ആയിട്ടില്ല. നായികയാണെങ്കിലാണ് ലൈക്ക് ഇറ്റ്സ് വെരി, നായികമാരുണ്ട്, ബട്ട് ലൈക്ക് ഈ ക്യാരക്ടർ ഒരു പെക്യുലിയർ ആളുമാണ്. കാരണം അത് ഫിലിം കണ്ടാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് വൈ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞങ്ങൾ ആരെ കിട്ടും, അപ്പൊ ആണ് അലീഷന്റെ കോൾ വരുന്നത്. അപ്പൊ അലീഷന് ഓഡിഷൻ ചെയ്യാൻ സ്ഥലമില്ല, റോഡ് സൈഡിൽ ഓഡിഷൻ ചെയ്യുന്നത്. അതായത് നമ്മൾ കലൂർ കടവന്തറ അല്ലേ, ആ റോഡിലല്ലേ, അവിടുന്ന് അതിന്റെ സൈഡിൽ നിന്നാണ് അലീഷനെ ഓഡിഷൻ ചെയ്യുന്നത്. ഞാൻ എന്റെ റോള് ചെയ്ത്, അലീഷ ഞങ്ങൾ റോഡ് സൈഡിൽ നിന്ന് ഓഡിഷൻ. അപ്പം നമുക്ക് ആക്ച്വലി നല്ല അവിടുന്ന് ഷീ പെർഫോംഡ്. അപ്പൊ അവിടെ ആ റോഡ് ഇത്രയും തിരക്കുന്ന ഒരു ഓഡിറ്റോറിയത്തിലായിരിക്കും, നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല. എല്ലാം പരിപാടി ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതെ, അങ്ങനെ ഒരു റോഡ് സൈഡാണ് എന്റെ ഒരു മെമ്മറിയിൽ പുള്ളിക്കാരി ഓഡിഷൻ ചെയ്തത്. പുള്ളിക്കാരി ആ സമയത്ത് തന്നെ ഷീ ഡിഡ് ഇറ്റ്. അപ്പം പിന്നെ ഒന്നും നമ്മൾ പിന്നെ ടെൻഷൻ പോയി, ഒരു ക്യാരക്ടർ കിട്ടി ആൻഡ് ഇറ്റ് വാസ് ഗുഡ്. ഓക്കെ, അപ്പൊ ഫൈനലി ഇടയ്ക്കിടയ്ക്കുള്ള ഈ ഒരു ഗ്യാപ്പിന് ശേഷം ഇപ്പോഴാണ് ഒരു കൊമേഴ്ഷ്യൽ ഫിലിമില് ഒരു പ്രോട്ടഗോണിസ്റ്റ് ആയിട്ട് വരുന്നത്. അതിന്റെ എക്സൈറ്റ്മെന്റ് ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്? ഓ മൈ ഗോഡ്, അത് ആക്ച്വലി ഡാൻസ് കളിക്കേണ്ട ഒരു അതായത് ഐ എം വെരി ഹാപ്പി, വെരി 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 ഹാപ്പി ദാറ്റ് ഇത് ഇങ്ങനെ ഒരു രീതിയിൽ ഈ ഫിലിം വന്നു. ആൻഡ് നമ്മൾ കുറച്ച് ഒരു അതിൻ്റെ ഓരോന്നും ഓരോ പ്രോസസ്സ് ഉണ്ടായിരുന്നു. എവറിത്തിങ് ഹാഡ് എ പ്രോസസ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ബിക്കെയിം എ സോ സ്പെഷ്യൽ ഫിലിം ഫോർ മീ. അപ്പോൾ അത് ഇനി ഫൈനലി ഇനി അത് എനിക്കറിയാം, ഫിഗേഴ്സ് എനിക്ക് ലൈക്ക് എൻ്റെ എക്സൈറ്റ്മെൻറ്റിൻ്റെ പീക്കൊക്കെ തെറിച്ച് പോയി ആക്ച്വലി. അപ്പം ഞാനിപ്പോൾ ഒരു സോണിൽ നിൽക്കുകയാണ്. ഇനി പ്രേക്ഷകർ കണ്ടിട്ട് എങ്ങനെ ഉണ്ട് എന്നും കൂടി അറിഞ്ഞാൽ അത്ര ലൈക്ക് ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അതെ അതെ തീർച്ചയായിട്ടും. ഇപ്പോൾ ഇത് നമ്മളെ പേഴ്സണൽ, നമ്മൾ ലൈക്ക് അവർ ബേബി എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും ഉള്ളത്. ലൈക്ക് നോബഡി ഹാസ് സീൻ ഇറ്റ്. ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി അത് കാണിക്കുമ്പോൾ ഹൗ പീപ്പിൾ വിൽ റിയാക്ട്, അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അലീഷയുടെ വീട്ടില് ആരൊക്കെയുണ്ട്? ഇപ്പം ആദ്യത്തെ സിനിമയാണ് പറഞ്ഞു, വീട്ടിലൊക്കെ എങ്ങനെയാണ്? എല്ലാവരും നല്ല സപ്പോർട്ട്? ആദ്യമേ ഞാൻ 8th പഠിക്കുമ്പോഴാണ് ഇതൊക്കെ പറയാൻ തുടങ്ങിയത്. 5ാം ക്ലാസ് തൊട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ 8th-ലാണ് ഞാൻ എന്റെ വീട്ടിൽ പറയുന്നത്. എന്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചി. അപ്പൊ ഇവരോടൊക്കെ പറഞ്ഞപ്പോ ഇവർ ആദ്യമേ കളിയാക്കി. പിന്നെ 10th എത്തിയപ്പോ ഞാൻ ഡിസൈഡ് ചെയ്തു എനിക്ക് അഭിനയിക്കണം അമ്മ പ്ലീസ്. അപ്പയോട് പറഞ്ഞു. പിന്നെ അപ്പയാണ് എല്ലാത്തിനും സപ്പോർട്ടീവ്. എന്നെ സിനിമയിലേക്ക് പൊക്കോ, കിട്ടുവാണെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. പിന്നെ ഞാൻ ട്രൈ ചെയ്തു, അങ്ങ് കിട്ടി. ഓക്കെ, ആരെങ്കിലും കണ്ടിട്ട് ഒരു ഇൻസ്പിറേഷൻ ഒക്കെ കിട്ടിയിട്ടാണോ ഓക്കെ സിനിമ നടി ആകണം എന്നുള്ളൊരു? എനിക്ക് എല്ലാ ആക്ടേഴ്സിനെ കണ്ടാലും ഇൻസ്പയർ അങ്ങനെയില്ല. ഓൾറൈറ്റ്. അപ്പം എന്തായാലും ഇത്രയും വലിയൊരു അല്ലെ ബിന്ദു ചേച്ചിയൊക്കെ ഉള്ള, ബിന്ദു പണിക്കർ മാം ഒക്കെ ഉള്ള ഒരു സിനിമയിലാണ് ആദ്യമായിട്ട് ഇപ്പൊ നായികയായിട്ടുള്ളത്. ഇദ്ദേഹം പിന്നെ മമ്മൂക്കാന്റെ കൂടെ, മുകേഷ് ചേട്ടന്റെ ഒപ്പം, ദീഖുവിന്റെ ഒക്കെ അതിന്റെ ഒരു ചാടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ആദ്യം വന്നപ്പോ ഭയങ്കര കംഫർട്ടബിൾ ആ പുള്ളിക്കൂടെ വർക്ക് ചെയ്യാൻ. ഒന്നാമത്തെ കാര്യം നമ്മൾ വി വർ ലൈക്ക് എ ഫാമിലി. അതിൽ പിന്നെ ഓഫ്കോഴ്സ് അതിൽ നമ്മൾ നമ്മളായി നിന്നാൽ മതിയല്ലോ. പിന്നെ ക്യാരക്ടറാണല്ലോ നമ്മൾ പ്ലേ ചെയ്യുന്നത്. ഹാപ്പി ആയിട്ട് പോവുക. എല്ലാവരും ഓൾറെഡി സെറ്റിൽ അത്യാവശ്യം പ്രഷർ ഉണ്ടായിരുന്നു, കാരണം ഭയങ്കര റിയൽ ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ. അപ്പം അതിനിടയിൽ നമ്മൾ എത്രത്തോളം ആൾക്കാരെ കംഫർട്ട് ആക്കാൻ പറ്റുന്നോ നമ്മളാണല്ലോ അത് ചെയ്യേണ്ടത്. നമ്മളെ ഫിലിമാണല്ലോ. അപ്പം അങ്ങനെ
ഓക്കെ. അപ്പൊ പറയൂ അലീഷ, എങ്ങനെയുണ്ടായിരുന്നു ബിന്ദു മാമിന്റെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ്? ഞങ്ങൾക്ക് അങ്ങനെ കോമ്പിനേഷൻ സീൻസ് ഒന്നും ഇല്ലായിരുന്നു, വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മാഡത്തിന്റെ ആക്ടിങ് കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു എന്താ, ഞാനൊരു ഫസ്റ്റ് ടൈം ആണല്ലോ ഞാൻ ആക്ട് ചെയ്യുന്നത്. അപ്പൊ പുള്ളിക്കാരുടെ ആക്ടിങ് കാണുമ്പോൾ വളരെ എന്താ, നമ്മൾ അങ്ങ് ലയിച്ചു പോകും, അത്രയും സൂപ്പറാണ്. ഓൾറൈറ്റ്. അപ്പം എന്തായാലും തൽക്കാലം ഞാൻ അലീഷയ്ക്ക് ഒരു ബ്രേക്ക് കൊടുത്തിട്ട്, നിങ്ങളുടെ സിനിമയിലെ ഒരു മെയിൻ വില്ലൻ ഉണ്ടെന്ന് ഞാൻ കേട്ടു. ഹീസ് ഓൾസോ ദ പ്രൊഡ്യൂസർ ഓഫ് ദ ഫിലിം. ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. എനിവേ അലീഷ, താങ്ക് യു സോ മച്ച്. സ്റ്റഡീസിനൊക്കെ ശേഷം സിനിമയിൽ സജീവമായി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ടു മോർ പ്രോജക്ട്സ്. താങ്ക് യു സോ മച്ച് അലീഷ ഫോർ ജോയിനിങ് us. ഓൾറൈറ്റ്. അപ്പൊ ഇപ്പൊ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് നൗഷാദ് ബക്കറാണ്. അദ്ദേഹം ഈ സിനിമയിലെ മെയിൻ വില്ലനാണ്, അതുപോലെ തന്നെ സിനിമയുടെ പ്രൊഡ്യൂസറുമാണ്. അപ്പം ഈ രണ്ട് റോളും ഒരേപോലെ പ്ലേ ചെയ്യാന്നുള്ളത് എങ്ങനെ ഉണ്ടായിരുന്നു? ജീവിക്കായിരുന്നു. ആക്ച്വലി ഇതിൽ അഭിനയിക്കാൻ വന്നൊന്നല്ല, പ്രൊഡ്യൂസറായി ഞങ്ങൾ ഡയറക്ടർ ആ ലുക്ക് കണ്ട് മൂപ്പര് പറഞ്ഞു ഒരു വേഷം ഉണ്ടെന്ന് പറഞ്ഞു, അത് ഇക്കാക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ എൻ്റെ ഈ ഹെയർ സ്റ്റൈലൊന്നും ആയിരുന്നില്ല, ഒന്ന് മുടിയൊക്കെ വളർത്തി കുറച്ച് താടിയൊക്കെ ഒന്ന് ആ പോസ്റ്റർ നമ്മൾ കണ്ട് വേറെ ആളെ പോലെ ഉണ്ടായിരുന്നു. ആ ഒരു ലുക്ക് അതിന് കുറച്ച് ഞങ്ങളെ സെറ്റിൽ വരുമ്പോൾ ചിലപ്പോൾ KGF സെറ്റ് ഞങ്ങൾ ഫസ്റ്റ് ഷൂട്ട് എടുക്കുന്നേരം മട്ടാഞ്ചേരി കോളനിയിൽ വെച്ചിട്ട് ഞാൻ ആ ഗെറ്റപ്പിൽ വന്നിരുന്നേരം ബാക്ക് എന്നൊക്കെ പറയുന്ന ഒരു തമിഴിലോ തെലുങ്കിലെ വില്ലനാണ്. വില്ലൻ വന്നിട്ടുണ്ട് ഈ സിനിമയിൽ അഭിനയിക്കാൻ. സത്യത്തിൽ പിന്നെ ഞങ്ങൾ ഫൈറ്റ് മാസ്റ്റർ പോലും വിചാരിച്ചാൽ ഞാൻ പുറത്തുനിന്ന് വന്ന ഒരു വ്യക്തിയാണെന്ന്. അപ്പോൾ തമിഴ്ന്നോ തെലുങ്കുന്നോ അങ്ങനെ വന്നു. അപ്പോൾ മൂപ്പരെ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പെഷ്യൽ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഇതെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് ഡയറക്റ്റ് വിളിക്കുന്നു, ഇക്കാൻ്റെ ഷോട്ട് റെഡിയായി. അന്നേരം ഒന്ന് ചോദിക്കുന്നു മൂപ്പര് അഷറക്കുരുക്കൾ വയ്ക്കുന്നത്, മൂപ്പര് മലയാളിയാണ്. മൂപ്പരാണ് പടത്തിന്റെ പ്രൊഡ്യൂസർ. ആ സത്യം അന്നേരം ബാക്കിൽ നിന്നുള്ള ആളുകൾ സെൽഫി ഒക്കെ എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ടീംസ്. പിന്നെ അവരൊക്കെ മെല്ലെ മാറി, മലയാളിയാണ്. ആൾക്കാർ നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആ ഒരു ഗെറ്റപ്പ്. പിന്നെ സിനിമ ഞാൻ കുറച്ച് ആഡൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഒരു സിനിമ അഭിനയിച്ചിരുന്നു, റിലീസ് ആയിട്ടില്ല, ചിത്ര എന്ന് പറഞ്ഞ ഒരു സിനിമ. അതാണ് ഫസ്റ്റ് എൻ്റെ ഒരു മൂവി. പിന്നെ കുറച്ച് ആഡും പിന്നെ ഒരു മോഡലിംഗ് അങ്ങനെല്ലാം ആയിട്ടല്ലോ. മിഥുൻ, ആക്ച്വലി ഇതിനകത്ത് ബിന്ദു മാമിന്റെ മകനായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. ആക്ച്വലി ബിന്ദു പണിക്കർ എന്ന് പറഞ്ഞുള്ള ഒരു ആർട്ടിസ്റ്റിനെ പല രീതിയിലുള്ള അമ്മവേഷത്തിൽ അല്ലെ, ഇപ്പൊ റോഷാക്കിലൊക്കെ നോക്കണ ഭയങ്കര നെഗറ്റീവ് ഷെയ്ഡിലുള്ള ഒരു ഇതാണ്. പക്ഷെ ഇതിന്റെ ടീസർ കണ്ടപ്പോ നമുക്ക് ഭയങ്കര ഫൺ ആൻഡ് ലവിംഗ് ആയിട്ടുള്ള ഒരു അമ്മയായിട്ടാണ് തോന്നി. എനിക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കണക്ട് ആയി മാമിന്റെ അടുത്ത്. ഞാൻ ഒരിക്കലും ബിന്ദു മാം എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ ഉമ്മ തന്നെയാണ് മാമിനെ വിളിച്ചിരുന്നത്. സെറ്റിൽ ഉമ്മ എന്നാ വിളിച്ചത്. അപ്പൊ ഉമ്മ എന്ന് പറയുമ്പോൾ മാം വിളി കേൾക്കും. ആൻഡ് എനിക്ക് ഭയങ്കര വൈബിങ്. അതായത് കറക്റ്റ് നമ്മൾ ആ ഒരു ക്യാരക്ടർ ആണെങ്കിലും ഷാനു ജമീലും തമ്മിലുള്ള ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ഞങ്ങൾക്ക് ഫിലിമിൽ കാണാം ആക്ച്വലി. കാരണം ആ മാമും ഞാനും തമ്മിൽ ആക്ച്വലി വി ഗോട്ട് കണക്റ്റഡ് ഫസ്റ്റ് ഡേ. ആ ഫസ്റ്റ് മാം വന്ന് ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഉമ്മയാണ് ഞാൻ ആക്ച്വലി ബിലീവ് ചെയ്തു അതിൽ. ആൻഡ് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ മൊത്തം ഷൂട്ടും ചെയ്തത്. ആൻഡ് ഷി വാസ് സോ ബ്യൂട്ടിഫുൾ. പിന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ. അതായത് അത്രയും സപ്പോർട്ടീവായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നൊക്കെ എൻകറേജ് ചെയ്തത് എനിക്ക് വിശ്വസിക്കാനും പോലും പറ്റില്ല. ബിന്ദു മാം ആണ് ഈ വാക്കുകൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നുള്ളത്. ആക്ച്വലി മാം എന്നൊരു ബിന്ദു പണിക്കർ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന് അടുത്തുനിന്ന് മിഥുൻ പഠിച്ച എന്തെങ്കിലും ഒരു വലിയ രണ്ട് ക്വാളിറ്റീസ് ഉണ്ടാകുമോ? ലൈക്ക് കുറേ ഉണ്ടാകും. കീപ് മൂവിങ്. അതായത് പല സാഹചര്യങ്ങളും ഉണ്ടാവും, നമ്മളെ ആൾക്കാർ മനസ്സിലാക്കാത്ത സാഹചര്യങ്ങളുണ്ടാവും, നമ്മൾ ഇല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാവും, ഇല്ലെങ്കിൽ ലൈഫ് ഇസ് ലൈക്ക് ഫുൾ ഓഫ് കെയോസ്. ആ കെയോസിൻ്റെ ഇടയിലും യു ഷുഡ് ലൈക്ക് മൂവ് ഫോർവേഡ് ആൻഡ് ദാറ്റ്സ് ഹൗ യു സക്സീഡ്. അത് മാം മാം ലിറ്ററലി എൻ്റെ അടുത്ത് പറഞ്ഞ വാക്കുകളാണ്. ആൻഡ് പിന്നെ നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ്. അതായത് നമുക്ക് ഒരു ലക്ഷ്യം പ്രശ്നങ്ങളുണ്ടാവും, ബട്ട് വെൻ യു ആർ ഇൻ ഫ്രണ്ട് ഓഫ് ദി സ്ക്രീൻ നത്തിങ് മാറ്റേഴ്സ്. അതായത് വാട്ട് എവർ ഈസ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ് അതിനെ ചാനലൈസ് ചെയ്തിട്ട് ബ്രിങ് ഇറ്റ് ഓൺ ദ സ്ക്രീൻ ആൻഡ് പീപ്പിൾ വിൽ ലവ് യു. അങ്ങനെയൊക്കെ എനിക്ക് അതൊക്കെയാണ് മാമിൻ്റെ അടുത്ത് നിന്ന് വാട്ട് ഐ ഗോട്ട്. എനിക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ അതിൽ ജസ്റ്റ് ഈ രണ്ട് കാര്യങ്ങളുമാണ് മാമിൽ നിന്ന് പഠിച്ചതെന്ന് ഇപ്പം മിഥുൻ പറഞ്ഞു. അതിലൊരു കാര്യം മാം പറഞ്ഞു തന്നതാണെന്ന് പറഞ്ഞു. എനിക്ക് ഇത് രണ്ടും മിഥുൻ പഠിച്ച ഈ ലെസൺ വെച്ചിട്ട് എനിക്ക് പെട്ടെന്ന് തോന്നി മിഥുൻ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഡെഫിനറ്റ്ലി ഐ ആം സെൻസിറ്റീവ് ആണ്. കാരണം
ഇറ്റ്സ് എ വെരി ഇൻറ്റൻസ് ലൈഫ് ആക്ച്വലി. കാരണം നമ്മളെ സാഹചര്യം ഇറ്റ്സ് വെരി അൺസർട്ടൺ ആണ്. ആൻഡ് ആകെയുള്ള കണക്ഷൻ ഹ്യൂമൻസ് തമ്മിലുള്ള കണക്ഷൻസ് ആണ്. ആൻഡ് യു ഹാവ് ടു ട്രസ്റ്റ് ദം. ആൻഡ് അവരുടെ കയ്യിലാണ്. നമ്മളുടെ കയ്യിൽ ഇങ്ങനെ നമുക്ക് ആകെ വി ക്യാൻ ജസ്റ്റ് ഗോ ആൻഡ് ടോക്ക് നമ്മളുടെ കാര്യം നമ്മൾ ചെയ്യുന്നു കാര്യങ്ങളൊക്കെ. ബട്ട് ദർ ആർ മെനി അതർ പീപ്പിൾ ഹു ഹാവ് ടു സപ്പോർട്ട് യു. ഇപ്പോൾ ഈ പോസ്റ്ററിൽ ഇങ്ങനെ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യണമെങ്കിൽ ദർ ഇസ് എ ബ്യൂട്ടിഫുൾ പോസ്റ്റർ ഡിസൈനർ ബിഹൈൻഡ് ഇറ്റ്. അപ്പോൾ ഐ ബിലീവ് ഇൻ ഓൾ ദാറ്റ്. ഐ ബിലീവ് ഇൻ പീപ്പിൾ. ഐ ബിലീവ് ഇൻ ഹ്യൂമൻ ബീങ്സ്. സോ ദാറ്റ്സ് വൈ ഐ എം വെരി സെൻസിറ്റീവ്. എനിക്ക് അവരാണ് ലൈക്ക് ദാറ്റ്സ് വൈ എനിക്ക് ഈവൻ പ്രേക്ഷകരാണെങ്കിൽ എൻ്റെ ഫിലിം കാണുമ്പോൾ ദേ ഷുഡ് എൻജോയ് ഇറ്റ്. ഐ വോണ്ട് ദം ടു എൻജോയ് ഇറ്റ്. അങ്ങനെയാണ്. ബട്ട് ഓഫ് കോഴ്സ് ദേ വിൽ ബി ലൈക്ക് ഐ ഡോണ്ട് നോ. അപ്പോൾ അങ്ങനെ അത് ഐ ഫീൽ ലൈക്ക് ദാറ്റ്. സർ എങ്ങനെയുണ്ടായിരുന്നു ഒരു ആക്ടർ എന്നുള്ളൊരു ഷൂയിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്തപ്പോൾ? ടാസ്ക് ഉള്ള പരിപാടിയായിട്ട് തോന്നിയോ? ഒരു ടാസ്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. ഫസ്റ്റൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ഒരു ക്യാമറ, ഇതിന് മുമ്പ് ഒരു ക്യാമറ ഫേസ് ചെയ്തുകൊണ്ട് രണ്ടാമതൊരു വരുമ്പോൾ അങ്ങനെയില്ല. പിന്നെ സെറ്റിൽ എല്ലാവരും നല്ല ഒരു മിങ്കിളാണ് എല്ലാവരും. മിഥുൻ, പോപ്സ് എല്ലാം ഒരു ഫ്രണ്ട്ലി ആയി, എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഷോട്ടൊക്കെ എടുക്കുന്ന നേരം എനിക്ക് ഫൈറ്റ് സീനായിരുന്നു. ഇവരൊക്കെ നല്ലോണം ഉപദ്രവിച്ചിട്ടുണ്ട്. നല്ലോണം കുറെ കിട്ടിയിട്ടുണ്ട്. അത് ടൈമിംഗ് ഒക്കെ തെറ്റിപ്പോയിട്ട്. ഇല്ല, പക്ഷേ ആക്ച്വലി അതില് ഒരു സീനില് പോപ്സ്, അതായത് ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങൾ പഞ്ഞിക്കിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുക. അപ്പം സീനില് അപ്പൊ ചൂട് പിടിക്കുന്ന സീനാണ്. അപ്പൊ ശരിക്കും നമ്മള് ചൂടിങ്ങനെ പിടിച്ച് ശരിക്കും അവനെ ഇടികിട്ട് ശരിക്കും ചൂട് പിടിച്ച് ലൈക്ക് ലിറ്ററലി അവന് ശരിക്കും ഇടിക്കണ്ട. ഒരാളുടെ ടൈം തെറ്റിട്ട് മുട്ടുകാലം നേരെ നെഞ്ചത്തോടെ പാവത്തിന്റെ ഇവിടെ അവന്റെ റിബ്സിൽ. എന്നിട്ട് ശരിക്കും ലിറ്ററലി അവന് നടക്കാൻ പോലും വയ്യായിരുന്നു. എന്നിട്ട് ഞാൻ ഷോട്ടിൽ ശരിക്കും ചൂട് വെച്ച് കൊടുക്കുന്നത് തന്നെയാണ്. ഞാൻ പിന്നെ എൻ്റെ കാര്യത്തിൽ ഞാൻ പറയാം, എടാ പ്ലീസ് എന്നെ ഇടിക്കരുത്. ആദ്യം തന്നെ എല്ലാവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യും. പിന്നെ അതുകൊണ്ട് എൻ്റെ അടുത്ത് എല്ലാവരും ഭയങ്കര ശ്രദ്ധിച്ചിട്ടായിരുന്നു അതില്. എനിക്ക് പക്ഷേ ഒരു പരിക്ക് കിട്ടി ഇവിടെ. എനിക്ക് ഭയങ്കര ഇത് വന്ന ഇവിടെ ഇങ്ങനെ ഒരു പിടിക്കുന്ന ഒരു സീനുണ്ട്, രണ്ടുപേര്. അത് ഭയങ്കര ഒരു സീനാണ്. അപ്പൊ അതിന്റെ റിയാക്ഷൻ വരേണ്ടത് ഇവർക്ക് ഒറിജിനലായിട്ട് അത് നല്ലോണം പ്രസ് ചെയ്യണം. അത് നല്ലൊരു പെയിന് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സീനൊക്കെ വളരെ എനിക്ക് ഐ ഫെൽറ്റ് റിയലി ഗുഡ്. ആ സീൻ കണ്ടപ്പോ എനിക്ക് ഇതിന്റെ സീനൊക്കെ ഡബിങ് സീനൊക്കെ കണ്ടേരം ഓക്കെ കൊള്ളാം, ഇത് ഒരു നല്ലൊരു പരിപാടിയാണെന്ന് തോന്നി. അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം. എല്ലാവരും കാരിക്കേച്ചറിഷ് ആണ്, ബട്ട് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലാണ്. അപ്പോൾ അതിനൊരു ഭയങ്കര കൗതുകം വരും. അങ്ങനെ ഒരു സാധനമാണ്. ഭയങ്കര ബ്യൂട്ടിഫിക്കേഷൻ ഒന്നുമില്ല, ബട്ട് ഇറ്റ്സ് വെരി റോ ബട്ട് കാരിക്കേച്ചറിഷ് ആണ് ക്യാരക്ടേഴ്സ്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്ക് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു ഹീറോയിനെ കിട്ടിയ സിനിമയാണ് സെക്കൻഡ് ഷോ. അതില് അദ്ദേഹത്തിന്റെ ആന്റഗോണിസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആളാണ്. അപ്പം അപ്പം ഇന്ന് ആക്ച്വലി ഇതിനുള്ളത് പോലെ ആയിരിക്കും അന്ന് DQ മേ ബി. ഒരിക്കലും അല്ല, തുടക്കക്കാരന്റെ ഒരു അത് ഐ ഡോണ്ട് നോ ആക്ച്വലി. പക്ഷേ he was very shy. എനിക്ക് അതാണ് കേൾക്കണേ. അന്നത്തെ ഒരു ദുൽഖറിനെ പറ്റിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്കെ ദുൽഖർ സ്വീറ്റ് ഹാർട്ട് ആണ്. ലൈക്ക് കുറെ ബ്യൂട്ടിഫുൾ. അതായത് പുള്ളി മഹാറാണിയിലാണ് താമസിച്ചിരുന്നത്. അപ്പം എൻ്റെ വീട് കോഴിക്കോട് തന്നെയാണ്. അപ്പം എനിക്ക് ഈ റൂമിന്റെ ആവശ്യമില്ലല്ലോ. അപ്പം എനിക്ക് വീട്ടിൽ നിന്ന് പോയിട്ട് വന്നാൽ മതി. എന്നാലും ഞാൻ അവരെ കൂടെ ഉണ്ടാവും. അപ്പം എപ്പോഴും DQവിൻ്റെ അടുത്ത് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്ക് ഓരോ വണ്ടികൾ വരും. അപ്പൊ പുള്ളിന്റെ മെയിൻ ഹോബി അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യലാണ്. അത് കാരണം എന്നെ ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചത് DQ ആണ്. അതെ, ബെൻസ്. എനിക്ക് സെക്കൻഡ് ഷോയിൽ ഒരു ബെൻസിലാണ് ഞാൻ ക്ലൈമാക്സിൽ വരുന്നത്. അപ്പൊ ഞാൻ ലൈക്ക് ആ സമയത്ത് ഇതേപോലെ എനിക്ക് 19 എനിക്ക് ലൈസൻസ് ഒക്കെ കിട്ടിയ ഒരു ടൈമാണ്. എനിക്ക് വലിയ ഡ്രൈവിംഗ് പരിപാടിയൊന്നും അറിയില്ല. അപ്പം DQ പറഞ്ഞു, ഒന്നുമില്ല, ഈ കാല് വേണം കയറ്റി വെച്ചോ, ഈ കാലിന്റെ ആവശ്യമില്ല. നേരെ എന്നിട്ട് ഞാൻ കുറച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്തു. DQ ആണ് എനിക്ക് ആ ഒരു കോൺഫിഡൻസ് തന്നത്, എടുത്തോന്നുള്ളത്. അങ്ങനെ കുറെ ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ഉണ്ട് DQ ആയിട്ട്. ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ്. ഞാൻ DQന്റെ മാരേജിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ നല്ല നല്ല. അന്ന് മമ്മൂക്കയുടെ മകനാണെന്ന് ആ ഒരു തോന്നല്, ഒരു പേടി? ഇല്ല, അങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു? എനിക്ക് ആദ്യത്തെ അതില് ഉണ്ടായിരുന്നു. പക്ഷെ ഈ ബ്രേക്ക് ഓൾ ഓഫ് ദാറ്റ്. അതായത് അങ്ങനെ ചിന്തിക്കേണ്ട എന്നുള്ളൊരു
നമുക്കത് പിന്നെ ഓഫ്കോഴ്സ് നമുക്ക് നമ്മളില്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാർക്ക് അങ്ങനെ ഉണ്ട്. ആൻഡ് ഹീസ് എ സൂപ്പർ സ്റ്റാർ ആക്ച്വലി. ആ സമയത്ത് ഹീസ് എ സൂപ്പർ സ്റ്റാർ. നമുക്ക് അറിയാം. ഓക്കെ ലേറ്റർ പിന്നെ കലിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് ഡിക്ക് ഒരു സീനിന്റെ ഇടയിൽ പറഞ്ഞു, എടാ നീ പോയി അഞ്ജലി മേനോനെ പോയി മീറ്റ് ചെയ്യുക. അത് ഹീ യൂസ് ടു ടെൽ. പക്ഷെ ആ സമയത്ത് എനിക്കും എൻ്റെ ഡിഗ്രി ഞാനും ഭയങ്കര കൺഫ്യൂസ് സ്റ്റേറ്റ് ആയിരുന്നു സെക്കൻഡ് ഷോയുടെ സമയത്ത്. ആക്ടിങ് വേണോ ഡയറക്ഷൻ? അപ്പോൾ എന്നിട്ട് ഞാൻ തിയേറ്റർ ജോയിൻ ചെയ്ത പിന്നെ ഞാൻ ഫിക്സ് ചെയ്ത ആക്ടിങ് ആണ് എന്നുള്ളത്. അതൊരു കൺഫ്യൂസ് സ്റ്റേജ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ പോയി മീറ്റ് ചെയ്ത ഒരു പെർസ്യൂയിങ് വളരെ കുറവായിരുന്നു ആക്ച്വലി. അപ്പം ഇപ്പം മനസ്സിൽ തീരുമാനിച്ചു ഇപ്പോഴല്ല, ഇത് ഞാൻ കുറച്ചായി ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ വേഷങ്ങൾ കുറഞ്ഞു. മറ്റേ കുറച്ചുകൂടി റോൾ ഉണ്ടായിരുന്നു. ബട്ട് തമാശ പറഞ്ഞാണ്. തീരുമാനിച്ചതിന് ശേഷം എൻ്റെ പ്രോസസ്സ് കുറച്ചുകൂടി ബെറ്ററായി. അതായത് ഇതിൽ ഫോക്കസ്ഡ് ആയല്ലോ. മറ്റേത് ഞാൻ ഇങ്ങനെ ഭയങ്കര വാണ്ടറിങ് മൈൻഡായിരുന്നു. ഇപ്പം കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയി. ഇപ്പോൾ ഡയലോഗ് പറയുന്നതാണെങ്കിലും അതിൻ്റെ ഇതിൽ കൊണ്ടുവരുന്ന നുവാൻസസ്, ക്യാരക്ടറിന് കൊടുക്കേണ്ട സാധനങ്ങൾ, അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയി ഇപ്പോൾ ആക്ടിങ്ങിൽ. അതായത് ആക്ടിംഗ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വേറൊരു സംതിങ് എൽസ് ഫോർ മീ. ഇറ്റ്സ് വെരി നോ വേർഡ്സ്. അതായത് അത്രയും ബ്യൂട്ടിഫുൾ ആണ്. ചെയ്യാൻ അത്രയും ഇഷ്ടമാണ്. സാർ ഇനിയിപ്പോ വില്ലൻ റോൾസ് ഒക്കെ ആയിട്ട് ആക്ടിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനാണോ അതോ കുറെ മൂവീസ് കൂടി പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളൊരു അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഉണ്ട്, സിനിമ വന്നിട്ടുണ്ട്. അതുപോലെ പ്രൊഡ്യൂസർ ചെയ്യാനും വന്നിട്ടുണ്ട് പടം. 2-3 കിടക്കുന്നുണ്ട്. ഇനി തീരുമാനം ഇത് കഴിഞ്ഞിട്ട് വേണം. ജനങ്ങള് ഏറ്റെടുക്കണ്ടേ? പക്ഷേ അഭിനയിച്ചാലും നല്ല ഒരു സീന് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഒരു റോളായിരുന്നു. വിചാരിക്കാത്തൊരു റോള്. ഞാൻ അത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങള് ഫിലിമിലെ പുള്ളിനെ കാണുമ്പോ അപ്പൊ ഓടും. എന്റെ പോപ്സിന്റെ ക്യാരക്ടർ പുള്ളിനെ കാണുമ്പോ ഞങ്ങളെല്ലാം എന്താ പറയാന്ന് വെച്ചാൽ ഒരു സിനിമയിലെല്ലാം വരണം എന്ന് വെച്ചാൽ ഞങ്ങൾ എന്തായാലും ഫൈറ്റ് ആണല്ലോ ആഗ്രഹിക്കുക ഏതൊരാളും. ഒരു മാസ് എൻട്രി. ഈ ഫിലിമിൽ എനിക്ക് തോന്നുന്നു മലയാളം ഫിലിം ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ഇടി കിട്ടിയ ആള് ഞാനായിരിക്കും. ഇത് പേര് മാത്രം നോക്കണ്ട, ഇത് നല്ല ഇടി. അതുകൊണ്ട് പോസ്റ്റേഴ്സിലൊക്കെ ഇങ്ങനെ അടിക്കിച്ചാൽ തലയിൽ കെട്ടൊക്കെ പോസ്റ്ററിലില്ല. എനിക്ക് ഞാൻ വിചാരിച്ചു ഓക്കെ അടി ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇമ്മാരി ഇടിയായിരിക്കും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നല്ല ഇടിയായിരുന്നു. വേണമെങ്കിൽ കൂടുതൽ ആക്ടേഴ്സ് നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാവരും ലൈക്ക് അവിടുത്തെ ലോക്കൽസിനെയാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഇറ്റ് ഹാസ് ടു ലുക്ക് റിയൽ. അപ്പോൾ അങ്ങനെയാണ് ചൂസ് ചെയ്യാൻ. ദേ ആർ റിയലി ഗുഡ് ആക്ടേഴ്സ്. പക്ഷെ ചില സമയത്ത് ഇവരുടെ ടൈമിംഗ് ഒക്കെ തെറ്റുമ്പോൾ നല്ല ഇടി കിട്ടും. നല്ല രീതിയിൽ. ബട്ട് അത് കഴിഞ്ഞാൽ മാറും. പിന്നെ ഇടയ്ക്ക് ഒന്ന് എക്സ്റേ ഒക്കെ എടുക്കേണ്ടി വരും. അതായത് ഞങ്ങളെ ഡയറക്ടർ ഉള്ളതുപോലെ തന്നെ ഞങ്ങളെ ഫൈറ്റ് മാസ്റ്റർ അഷറഫ് കുരുക്കളും ഉണ്ടായിരുന്നു. സെറ്റിൽ ഓൾവേസ് മൂപ്പരും ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും എല്ലാ മാസ് മസാലയും നിറഞ്ഞ ഒരു സിനിമയാണെന്ന് ഇത്രയും നേരം ഹീറോയോടും ഹീറോയിനോടും വില്ലൻ കം പ്രൊഡ്യൂസറോടൊക്കെ സംസാരിച്ചിരുന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നി. അപ്പം സിനിമ ഗംഭീര ഒരു വിജയമാകട്ടെ. പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു ഫാമിലി മൂവി ആണെന്ന് ഫാമിലി ഫീൽ ഗുഡ് ആക്ഷൻ കോമഡി എല്ലാ സാധനവും യൂത്തിനും ഫാമിലീസിനും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു ഹോപ്പ്ഫുള്ളി അത്രയും വളരെ ജെന്യുവിൻ വളരെ നല്ല ഇന്റൻഷനോടെ വി മെയ്ഡ് ലൈക്ക് ദാറ്റ്. അപ്പം ആ ഒരു ഇന്റൻഷൻ നല്ലതായതുകൊണ്ട് തന്നെ ഫിലിം ഹോപ്പ്ഫുള്ളി നല്ലതാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് പീപ്പിൾ കണ്ടിട്ട് എന്താണ് അതിനുള്ള വളരെ ജെന്യുവൻ ആയിട്ടുള്ളൊരു റിയാക്ഷൻ കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. Thank you so much. Thank you. It was really nice interview. Thank you.